കുട്ടികളുടെ സമയ നിയന്ത്രണത്തിനുണ്ടല്ലോ, മാതാപിതാക്കൾക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? അതിൽ സഹായം തന്നെ പറയാൻ പറ്റുള്ളൂ, ഒരിക്കലും ഇൻവോൾവ് ചെയ്യാന്ന് പറയാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടി ഏത് സമയത്ത് പഠിക്കണം എന്നുള്ളതും ഏത് സമയത്താണ് ആ കുട്ടി പഠിച്ചാലാണ് ആ കുട്ടിക്ക് മാക്സിമം അത് ഉള്ളിലേക്ക് കയറുക എന്നുള്ളതൊന്നും നമുക്കൊരു പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയൂല. എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വായിക്കണം, എഴുതേണ്ടി വരും, ഉച്ചത്തിൽ വായിക്കേണ്ടി വരും. അതുപോലെ രാവിലെ എണീക്കാൻ കഴിയാത്തവരുണ്ടാവാം, രാത്രി കൂടുതൽ സമയം ഇരിക്കുന്നവരുണ്ടാവാം. അങ്ങനെ ഓരോ കുട്ടിക്കും ഓരോ നേച്ചറാണ് ഉണ്ടാവുക. അപ്പോൾ ആ നേച്ചറിൽ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ആ സമയങ്ങളിൽ കൃത്യമായിട്ട് അവർ പഠനമല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ കളി എന്ന് പറഞ്ഞ സാധനം എന്തായാലും കുട്ടികൾക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ടെക്നോളജിയും കുറേ കൂടി കുട്ടികൾ ഉപയോഗിക്കേണ്ടി വരും, കാരണം ഫോണായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് ഒതുക്കാൻ കഴിഞ്ഞാൽ അതിനൊരു കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. എന്നാലോ അനാവശ്യമായ ഒരു അവസ്ഥയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല എന്ന രീതിയിൽ നമ്മളത് ഉറപ്പുവരുത്തുക. അതാണ് സമയത്തിൽ അതിലുള്ളൊരു പ്രത്യേക പറയും. പിന്നെ ഉറക്കം കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ട് എന്ന് തന്നെ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. കാരണം അതൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അൻസാർ പറഞ്ഞു വെച്ചാൽ എപ്പോഴും സമയ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ അധികം തുറന്നു വിടുകയും ചെയ്യരുത്, എന്നാൽ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യരുത്, അല്ലേ? അതെ, ക്ലോസ് ചെയ്യാന്നുള്ളതും പറയാൻ പറ്റില്ല. എങ്ങനെ ഇപ്പൊ അത് പറയാന്നല്ല, കാരണം ഓരോ കുട്ടിക്കും ഓരോ നേച്ചർ ആയിരിക്കും. ഇപ്പൊ ഞാൻ കാണുന്ന കുറെ കുട്ടികളുണ്ട് കേട്ടോ, അവര് കുറച്ച് സമയം ഇരിക്കുന്ന സമയം നല്ല പഠിച്ച് നല്ല മാർക്കാക്കും. അത് ചില കുട്ടികൾ, ഇത് പാരന്റ് അറിഞ്ഞിരിക്കണ്ടേ, എന്റെ മകന് കുറച്ചു നേരം ഇരുന്നാൽ മതി, അല്ലേ? എന്റെ മോൻ അതിലൊരു ലിമിറ്റേഷൻ എന്താ വെച്ചാല്, ഈ പാരന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിൽ ഉമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ കാണുന്ന കുറേ ലിമിറ്റേഷൻസിലും അതാണ്. കാരണം വാപ്പ ഗൾഫിലോ പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടത്ര ഇതിൽ നോക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പൊ ഉമ്മമാരായിരിക്കും ഉണ്ടാവുക. ഉമ്മമാർക്ക് വേണ്ടത്ര ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയൂല, പറഞ്ഞു കൊടുക്കാനോ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ് കൂടുതലും കാണാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു കുട്ടികൾ വേറെ ഭാഗങ്ങളിലേക്ക് സമയം ചെലവാക്കാൻ ചിലപ്പോൾ കാരണമായിട്ട് മാറും. ഇതിനകത്ത് ഞാനിതിൻ്റെ അകത്തൊരു കമൻറ്റ് പറയാനുള്ളതാണ് സാറേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ കോണ്ടന്റിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടീനെ, ഇപ്പം എൻ്റെ കുട്ടി എന്താണെന്നും എൻ്റെ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നും അവൻ ഏത് രൂപത്തിലാണ് പഠിച്ചാൽ സക്സസ് ആകുമെന്നും ഒരു പാരൻ്റ് അറിഞ്ഞിരിക്കണം. ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പം അതിലൂടെ എനിക്കറിയാം, എൻ്റെ മോൻ അരമണിക്കൂർ പഠിച്ചാൽ മതി, അവനെ ഏത് അരമണിക്കൂറിൽ പഠിപ്പിക്കണം, അല്ലേ? എൻ്റെ മോൻ്റെ കളി കുറച്ച് കൂടുതലാണ്, അവനെവിടെ കളി കുറക്കണമെന്ന് പാരൻ്റ് അറിഞ്ഞിരിക്കണം. അതല്ലാതെ പഠിക്കണ എന്നല്ല, ഒരു റൂട്ടിലൂടെ അവരെ കൊണ്ടുപോകണം നടത്തും, അല്ലേ? അതിലൊരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു 2 മണിക്കൂർ പഠിക്കുന്നുണ്ട്, അതേ കുട്ടി 10ലെത്തുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് തികയില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കുറച്ചും കൂടി സമയം ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. അതായത് ഒന്ന് കുട്ടിയുടെ കപ്പാസിറ്റി മനസ്സിലാക്കണം, 2 പഠിക്കാനുള്ള ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ സമയം കൊണ്ട് കുട്ടി അത് കവർ ചെയ്യണ്ടോന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, തിരിച്ചറിയാൻ കഴിയണം. അപ്പൊ എല്ലാവരും ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ തിരിച്ചറിയാം, ഞങ്ങൾക്ക് സബ്ജക്റ്റ് ഒന്നും അറിയില്ലല്ലോ എന്ന് പറയും. അതിന് നിർബന്ധമായിട്ടും ടീച്ചേഴ്സിന്റെ സഹായം തേടുന്നെ വേണം. ടീച്ചേഴ്സിന്റെ ഒപ്പം കൂട്ടാതെ ഒരിക്കലും ഇനിയുള്ള കാലത്ത് കുട്ടികൾക്ക് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പാരന്റും ടീച്ചറും തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, അല്ലേ? പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചറും ഞങ്ങളുടെ പാപ്പായെ കണ്ട, അയ്യോ എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയൂ, അല്ലെ? അങ്ങനെയല്ലേ? അയ്യോ ഇതെന്റെ മാർക്കിനെ കുറിച്ച് പറയുക എന്നൊക്കെയല്ലേ? അത് മാറ്റിയിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷനിലേക്ക് എത്തണം. ഈ ഒരു ട്രയാങ്കിൾ ആണത്, ടീച്ചർ, സ്റ്റുഡന്റ്, പാരന്റ്. അത് കംപ്ലീറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിസൾട്ട് ആവും. അത് അക്കാഡമിക്സ് ടീച്ചറും ക്യാരക്ടർ വൈസിൽ പാരന്റ്സും ഈ രണ്ടാളുടെ ബന്ധം നല്ല. ഇപ്പം ഞാനും ഒരു പാരന്റും തമ്മിൽ നല്ല അടിപൊളി റിലേഷൻ ആണെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ ഒന്നും അവിടെ ചെയ്യാനില്ല, കുടുങ്ങി കുട്ടി. നിർബന്ധമായിട്ടും കുട്ടി പഠിക്കേണ്ടി വരും. കാരണം ഞങ്ങൾ തമ്മിൽ നിരന്തര കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടിയുടെ പരിമിതികൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് സോൾവ് ചെയ്യാനുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും.